ആദ്യം നമ്മൾ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മുടെ മീനൊക്കെ രണ്ട് വശവും നന്നായി പാകമായി വന്നിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കറി വയ്ക്കാനുള്ള ഒരുക്കത്തിലാണ്. മീൻ കറിയാണ് വയ്ക്കുന്നത്. പുറത്ത് നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവും. സവാള അരിഞ്ഞത്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ചേർത്ത് നന്നായി വഴറ്റുക. അപ്പോൾ അത് ഞാൻ എണ്ണയിലേക്ക് ഇടുന്നു. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് 2 തക്കാളിയാണ്. 2 തക്കാളിയിൽ ഒരു തക്കാളിയും ഒരു സവാളയുടെ പകുതിയും ആദ്യം ഇങ്ങനെ വഴറ്റുന്നതിൽ ഉപയോഗിക്കുന്നു. പിന്നെ അടുത്ത പകുതി അത് ഞാൻ കാണിക്കാം. ആദ്യം നമുക്കിത് നന്നായി ലേശം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് അരച്ചെടുക്കണം. വഴറ്റിയെടുത്ത കൂട്ട് നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മളത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ബാക്കി അരമുറി സവാള ചെറുതായി പൊടിയായി അരിഞ്ഞ് എണ്ണയിൽ കറിവേപ്പിലയും ചേർത്ത് മൂപ്പിക്കുക. ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാറ്റി വെച്ച ഒരു തക്കാളിയും 2-3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് വഴറ്റിയെടുക്കാം. ആദ്യമേ പറഞ്ഞു ഒരു ഉള്ളിയാണ് ഒരു വലിയ സവാള. അതിൻ്റെ പകുതിയാണ് നേരത്തെ വഴറ്റാൻ ഉപയോഗിച്ചത്. ഇപ്പോൾ അതിൻ്റെ പകുതിയാണ് എടുത്ത് മൂപ്പിച്ചത്. ഇത് ചെറിയ ഉള്ളിയാണെങ്കിൽ വളരെ സ്വാദ് കൂടും. എനിക്ക് ചെറിയ ഉള്ളി അധികം ഇല്ലാത്തത് കൊണ്ടാണ് സവാള തന്നെ എടുത്തത്. ബാക്കിയുള്ള ആ ഒരു തക്കാളി മാറ്റി വെച്ച് ഒരു 3 പച്ചമുളകും കൂടി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിലേക്ക് നേരത്തെ നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ച കൂട്ട് ചേർത്തു. പുളി ചേർക്കുന്നില്ല, തക്കാളി തന്നെ ഉണ്ട്. പിന്നെ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട്, മല്ലിപ്പൊടി, ഒരു ഇത്തിരി ചിക്കൻ മസാലയുടെ പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അത് കറിക്ക് നല്ലൊരു സ്വാദ് നൽകും. അപ്പോൾ ഇനി അത് നന്നായിട്ട് തിളക്കട്ടെ. പൊടി ഇടുന്നത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഈ കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയില കഷ്ണങ്ങൾ കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടും. അപ്പോൾ മീൻ അയില കഷ്ണങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചാൽ നമുക്കത് ഓഫ് ചെയ്യാം. നമ്മുടെ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ തീ ഓഫാക്കിയതിന് ശേഷം ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അപാര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ചോറും മീൻ കറിയും മീൻ വറുത്തതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചോളൂ. അഭിപ്രായം പറയാൻ മറക്കല്ലേ.